بسم الله الرحمن الرحيم وربك يخلق ما يشاء ويختار ما كان لهم الخيرة سبحان الله وتعالى عما يشركون وربك يعلم ما تكن صدورهم وما يعلنون وهو الله لا إله إلا هو له الحمد في الأولى والآخرة وله الحكم وإليه ترجعون. السلام عليكم ورحمة الله وبركاته. 1328 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 68 മുതൽ 70 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وربك يخلق ما يشاء ويختار ما كان لهم الخيرة سبحان الله وتعالى عما يشركون. وربك يعلم ما تكن صدورهم وما يعلنون وهو الله لا إله إلا هو له الحمد في الأولى والآخرة وله الحكم وإليه ترجعون. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 68 മുതൽ 70 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസരാഹിത്യത്തിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവര് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നത് അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അനുഭവിച്ചും ആസ്വദിച്ചും ഒക്കെ വരുന്ന ഭൗതികമായ പല സൗകര്യങ്ങളും സമൂഹത്തിലുള്ള സ്വീകാര്യതയും ആ സ്വീകാര്യത കാരണമായി അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആദരവും സാമ്പത്തികമായ സാധ്യതകളും ജീവിത ഐശ്വര്യങ്ങളും ഒക്കെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം അംഗീകരിക്കുന്നതോടുകൂടി തകിടം മറിഞ്ഞു പോകും. അവര് ഭൂമിയിൽ പിഴുതെറിയപ്പെട്ട പോലെയോ റാഞ്ചിയെടുക്കപ്പെട്ട പോലെയോ ഒക്കെ ആയിപ്പോകും എന്ന ആശങ്കയാണ് അവര് പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരുന്നതായിട്ട് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് അവരുടെ ഈ കപടമായ നിലപാട് കാരണമായി അവരെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ പരിണതികളെ കുറിച്ച് അള്ളാഹു ഇവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അള്ളാഹു അവരെ വിളിക്കുകയും എന്നിട്ട് പ്രവാചകന്മാർക്ക് നിങ്ങൾ എന്ത് ഉത്തരമാണ് നൽകുകയുണ്ടായത്? മാതാ അജബ്തുമുൽ മുർസലീൻ, അള്ളാഹുവിന്റെ ദൂതന്മാര് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നപ്പോ നിങ്ങൾ എങ്ങനെയാണ് അവരോട് പ്രതികരിക്കുകയുണ്ടായത്? എന്തുത്തരമാണ് അവർക്ക് നിങ്ങൾ നൽകുകയുണ്ടായത് എന്ന ചോദ്യം എന്ന ചോദ്യം അവരുടെ നേരെ ഉന്നയിക്കപ്പെടുന്ന ആ ദിവസം വളരെ പ്രാധാന്യമുള്ളതും ഗൗരവമുള്ളതുമാണ് എന്നത് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അവര് പരസ്പരം അതേക്കുറിച്ച് ചോദിക്കുക പോലും ചെയ്യാൻ കഴിയാത്ത വിധത്തില് ഇരുട്ടില് തപ്പുന്ന, അവരുടെ ഹൃദയങ്ങളില് വളരെ കനത്ത ഇരുട്ട് മൂടുന്ന ഒരു സന്ദർഭമായിരിക്കും അത് എന്നതും അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അള്ളാഹു അവരോടായിട്ട് അവർക്ക് പ്രതീക്ഷ നിർഭരമായ ഒരു കാര്യം പകർന്നു നൽകുന്നത്
فأما من تاب وآمن وعمل صالحا. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം ഇരിക്കെ തന്നെ ആരെങ്കിലും പശ്ചാത്തപിച്ചു മടങ്ങുന്നു, വിശ്വാസം ഉൾക്കൊള്ളുന്നു, ശരിയായ നല്ല കർമ്മങ്ങളിൽ വ്യാപൃതനാകുന്നു എങ്കിൽ ഫഅസാ അൻ യകൂന മിനൽ മുഫ്ലിഹീൻ, അങ്ങനെയുള്ള ഒരുവൻ തീർച്ചയായിട്ടും വിജയികളിൽ പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. ഈ ഭാഗം വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഇന്നത്തെ 68 മുതൽ 70 വരെയുള്ള ആയത്തുകൾ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. റബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താറു. അള്ളാഹുവിന്റെ വളരെ വ്യതിരക്തതയുള്ള ഒരു സ്ഥാനവും പദവിയും നിലപാടും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് അള്ളാഹുവിടെ. നിങ്ങൾ കരുതുന്നത് പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ പറയുന്നത് പോലെ തുള്ളുന്നവനല്ല അള്ളാഹു. അള്ളാഹു സ്വന്തം നിലക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നവനും ആ തീരുമാനങ്ങളെ മറ്റുള്ളവർ പരിഗണിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ വെക്കുകയും ചെയ്യുന്നവനാണ്. നിങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നവനല്ല അള്ളാഹു. അള്ളാഹു മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് ദൂതനായി നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചപ്പോ നിങ്ങൾ ചോദിക്കുന്നത് അതെന്തേ ഒരു മലക്കിനെ അയക്കാതിരുന്നത്, അതെന്തേ അയാൾക്ക് നേരത്തെ മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ടിരുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളൊന്നും ഇയാളോടൊപ്പം കൊടുത്തയക്കാതിരുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നത് നിങ്ങൾ അഭിലഷിക്കുന്ന പോലെ ആകണം എന്നാണ് നിങ്ങൾ പറയാതെ പറയുന്നത്. നിങ്ങൾ പറയുന്നതിനനുസരിച്ച് തുള്ളുന്നവനല്ല യഥാർത്ഥത്തിൽ അള്ളാഹു. അത് നിങ്ങളുടെ ഒരു ധാരണാപെശകാണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, കാര്യം ബോധ്യപ്പെടാൻ എന്താണോ ആവശ്യമായത്, അത് അള്ളാഹു ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം അതിന്റെ ആദ്യം മുതൽ തുടക്കം മുതൽ അന്ത്യം വരെയുള്ള സാഹചര്യങ്ങളെയും സാധ്യതകളെയും വിലയിരുത്തിക്കൊണ്ട് തീരുമാനമെടുക്കാൻ അള്ളാഹുവിന് സ്വയമേ സാധിക്കും. നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു പ്രകൃതമല്ല, ഒരു നിലപാടല്ല അള്ളാഹുവിന് ഇത് സംബന്ധമായിട്ടുള്ളത്. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് അങ്ങനെയില്ല, എന്തുകൊണ്ട് ഇങ്ങനെയില്ല എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായാൽ അങ്ങ് വിശ്വസിച്ച് കളയാം എന്ന് പൂതിയുള്ളത് കൊണ്ടൊന്നുമല്ല. നിങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ഓരോ മുടന്തൻ ന്യായങ്ങള് എറിയുകയാണ് അള്ളാഹുവിന്റെ ദൂതന്റെ നേരെ. ഇത് അള്ളാഹുവിന് അറിയാത്തത് കൊണ്ടല്ല. അതുകൊണ്ട് മുഖത്തടിച്ച പോലെ അള്ളാഹു ഒരു കാര്യം അവരെ അറിയിക്കുകയാണ്. റബ്ബുക യഖ്ലുഖു മാ യശാ, നിന്റെ നാഥൻ അവൻ ഉദ്ദേശിക്കുന്നതാണ് സൃഷ്ടിക്കുന്നത്. അവൻ ഉദ്ദേശിക്കുന്ന സംഗതികളെ അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ സൃഷ്ടിക്കുന്നവനാണ് അവൻ. വയഖ്താറു, അതുപോലെ തെരഞ്ഞെടുക്കുന്നതും അവനാകും. ആരെ തെരഞ്ഞെടുക്കണം, ആരെ എന്ത് ദൗത്യവുമായിട്ട് ചുമതലപ്പെടുത്തണം, ആരെ എന്ത് ആവശ്യത്തിനു വേണ്ടി ഭൂമിയിലേക്ക് അയക്കണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലെയും ഇഖ്തിയാർ ഉള്ളത് അള്ളാഹുവിനാണ്. അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരുന്ന നിങ്ങള് അല്ല തെരഞ്ഞെടുക്കുന്നത്. നിങ്ങളിലേക്ക് ഏത് ദൂതനെ അയക്കണം, ഏത് കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഉണ്ടാവേണ്ടത്, ദൈവിക ദൃഷ്ടാന്തങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ അടുക്കലേക്ക്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത്, ഇതൊന്നും തീരുമാനിക്കേണ്ടവര് നിങ്ങളല്ല. നിങ്ങള് അള്ളാഹുവിന്റെ ഇബാദുകൾ മാത്രമാണ്. അള്ളാഹുവാണ് ഇതിൽ തീരുമാനമെടുക്കാൻ അതിനുള്ള കഴിവും സ്വാതന്ത്ര്യവും ശേഷിയും ഒക്കെ ഉള്ളവൻ. അതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. റബ്ബുക, നിന്റെ നാഥൻ, യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കും. അതാണ് അവന്റെ നയം. അതിന് ബന്ധപ്പെട്ട ആളുകള് അതിൽ അഭിപ്രായം പറയുന്നതോ ചോദിക്കുന്നതോ ചെയ്യുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അത് അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിന്റെ കൂടി ഭാഗമായ ഒരു കാര്യമാണ്. അവൻ എന്ത് സൃഷ്ടിക്കണം, എങ്ങനെ സൃഷ്ടിക്കണം, എത്രത്തോളം വേണം തുടങ്ങിയ കാര്യങ്ങള് അത് അവന്റെ തീരുമാനത്തിലും ഇച്ഛയിലും പെട്ട കാര്യമാണ്. റബ്ബുക യഖ്ലുഖു മാ യശാ, അവന്റെ മശീഅത്തിൽ പെട്ടത് അവൻ സൃഷ്ടിക്കുന്നു. അത് ചോദിക്കാൻ അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെയായി, എന്തുകൊണ്ട് ഇങ്ങനെയായി
എന്ന് ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആര്? ഇതാണ് അതിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം. റബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താറു. യഖ്താറു എന്ന് പറഞ്ഞാൽ ഇഖ്താറ എന്ന വാക്കിന്റെ വേറൊരു രൂപമാണ്. തെരഞ്ഞെടുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒരുപാട് സാധ്യതകൾ ഉള്ളതിൽ നിന്ന് ഒന്ന് തെരഞ്ഞെടുക്കുന്ന, അങ്ങനെ തെരഞ്ഞെടുക്കുന്ന ആളാണ് അള്ളാഹു. അവന് മൂസ അലൈഹി ഇസ്ലാമിന് കൊടുക്കാൻ നിശ്ചയിച്ചിരുന്ന ദിവ്യമായ ചില ശേഷികളും കഴിവുകളും മുഅ്ജിസത്തുകളും, അത് എന്താവണം എന്നത് അള്ളാഹു തീരുമാനിക്കുകയാണ്. നിങ്ങളാരും പറഞ്ഞിട്ട് ചോദിച്ച വിധത്തിലല്ല. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകിയിട്ടുള്ളത് അതും അള്ളാഹു തീരുമാനിച്ചതാണ്. അവനാണ് അത് തെരഞ്ഞെടുക്കുന്നത്. നിങ്ങള് ഒരു പ്രവാചകനിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അതുപോലെയുള്ളത് ഈ പ്രവാചകന് കൊടുക്കാതിരുന്നത് എന്തേ എന്നൊന്നും ചോദിക്കുന്നതിന് അർത്ഥമില്ല. എന്താണ് വേണ്ടത് എന്നത് അള്ളാഹുവിന് അറിയാം. അവനാണ് അത് തെരഞ്ഞെടുക്കുന്നത്. അവനാണ് അവന്റെ മശീഅത്തനുസരിച്ച് സൃഷ്ടികർമ്മം നടത്തുന്നതും അവനാണ് ഓരോന്നിനെയും ഓരോരുത്തരെയും ഓരോ ദൗത്യവുമായിട്ട് തെരഞ്ഞെടുക്കുന്നതും ഒക്കെ തന്നെ. മാകാന ലഹുമുൽ ഖീറ, അവർക്കല്ല ഇതില് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത്, അവകാശമുള്ളത്. മാകാന ലഹുമുൽ ഖീറ, ഖീറ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കാനുള്ള അവകാശം, ചോയ്സ്. അത് ചോയ്സ് അല്ല അവർക്ക് കൊടുത്തിട്ടില്ല. അവരിതിനെ കുറിച്ച് അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ബുദ്ധിശൂന്യത മാത്രമാണ്. അവര് തന്നെ എങ്ങനെയാകണം എന്നത് ചൂസ് ചെയ്തത് ആരാണ്? അത് അള്ളാഹുവാണ്. അവരുടെ ഓരോരുത്തരുടെയും പ്രകൃതം, സ്വഭാവം, രൂപഘടന തുടങ്ങി എല്ലാ സംഗതിയും എങ്ങനെയാവണം എന്നത് അള്ളാഹുവിന്റെ മശീഅത്തനുസരിച്ച് തീരുമാനിക്കപ്പെട്ടതാണ്. അപ്പൊ ഇക്കാര്യത്തില് ഞങ്ങൾ ചോദിച്ച പോലെ, ഞങ്ങൾ പറഞ്ഞ പോലെ അള്ളാഹു ചെയ്തില്ല എന്ന ഒരു പരാതിയൊന്നും അവര് പറയുന്നതിന് അർത്ഥമില്ല. അത് അള്ളാഹുവിന്റെ മശീഅത്തില് അവന്റെ ഖീറത്തിൽ പെട്ട കാര്യമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. മക്കാന ലഹുമുൽ ഖീറ, അവർക്കല്ല, ഇവര് ഇബാദുകൾ മാത്രമാണ്. അവർക്ക് ആ ഇബാദുകളുടെ തലത്തിൽ നിൽക്കാനേ സാധിക്കുകയുള്ളൂ. കാര്യങ്ങളുടെ പരിണിതികളിൽ നിർണായകമായ ഇടപെടൽ നടത്തുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ ഒരു കാര്യമല്ല. അത് അള്ളാഹുവിന്റെ ഖീറത്തിൽ പെട്ടതാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അവൻ അങ്ങേയറ്റം പരിശുദ്ധനാണ്. അവന്റെ മഹത്വം, അവന്റെ ആ സാധ്യതകളും കഴിവുകളും ഇതൊക്കെ ഒരു ന്യൂനതയും പോരായ്കയും അറിയാത്തതാണ്. എന്തെങ്കിലും ന്യൂനതയുള്ള ഒരു കാര്യമല്ല അള്ളാഹുവിന്റെ മഹത്വം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പരിശുദ്ധനാണ് എന്ന് നമ്മൾ സാധാരണ അർത്ഥം പറയും. പക്ഷെ ന്യൂനതയില്ലാത്തവനാണ് എന്നതാണ് അള്ളാഹുവിന്റെ മഹത്വം എന്നതാണ് ആ പദം സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിശുദ്ധി എന്ന് പറയുന്നത് ന്യൂനതയിൽ നിന്നുള്ള മുക്തിയാണ്. യാതൊരുവിധ പോരായ്കയും ഇല്ലാത്തവനാണ് അള്ളാഹു. ഇതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. സുബ്ഹാനല്ലാഹ്, അവനെല്ലാം തികഞ്ഞവനാണ്. അവൻ ഏറ്റവും പരിശുദ്ധനാണ്, ന്യൂനതകൾക്ക് അതീതനാണ്. ഇതാണ് വതആല അമ്മാ യുശ്രികൂൻ. ഇവര് പങ്കാളികളെ ചേർക്കുന്നതിൽ നിന്നൊക്കെ എത്രയോ ഉന്നതനാണ് അവൻ. ഇവര് പങ്കാളികളെ ചേർക്കാൻ എന്തെങ്കിലും ഒരു താഴ്മയോ അല്പത്വമോ വേണ്ടേ അള്ളാഹുവിന്? അങ്ങനെയുള്ളവനല്ല. അള്ളാഹു ഒരാളുടെയും മുന്നിൽ താഴ്ന്നു നിൽക്കുന്നവനല്ല. ഒരാളുടെയും ഒന്നിന്റെയും മുന്നിൽ ഒരു പോരായികയുള്ളവനല്ല, ഒരു അപര്യാപ്തതയുള്ളവനല്ല. മറിച്ച് ഇവര് അള്ളാഹുവിനോടൊപ്പം ആരെയെങ്കിലും പങ്കാളികളാക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആ ധാരണയുണ്ടല്ലോ, ആ ധാരണയെക്കാളൊക്കെ എത്രയോ അതീതമായിട്ട് എത്രയോ ഉയർന്നു നിൽക്കുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് അവർ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയത് ശരിയായ കാര്യമല്ല എന്നതാണ് ഇവിടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. അള്ളാഹു എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അള്ളാഹു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടാവും. അത് അള്ളാഹുവിനെ നിങ്ങൾ തിരിച്ചറിയുന്നതോടുകൂടി അത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് താനെ ഇല്ലാതാവും. കാരണം അള്ളാഹുവാണ് സൃഷ്ടികർമ്മം നടത്തുന്നത്. അവൻ ഉദ്ദേശിക്കുന്നതാണ് അവൻ സൃഷ്ടിക്കുന്നത്. അവനാണ് കാര്യങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. എന്ത് കാര്യത്തിൽ എങ്ങനെ വേണം എന്നത് തെരഞ്ഞെടുക്കുന്നത് അവനാണ്.
നിങ്ങളല്ല. മാക്കാന ലഹുമുൽ ഖീറ, ഇവർക്ക് അക്കാര്യത്തില് ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ചോയ്സ് അള്ളാഹു വെച്ചിട്ടില്ല. അത് അവനുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാവിധ ആ അപര്യാപ്തതകൾക്കും അതീതനായ ഔന്നത്യമുള്ള പരിശുദ്ധിയുള്ളവനാണ് അവൻ. വതആല അമ്മാ യുശ്രികൂൻ, ഇവര് ശിർക്ക് ചെയ്യാൻ കാരണമാകുന്ന വിധത്തിലുള്ള എന്തെങ്കിലും പോരായ്കയോ വീഴ്ചയോ താഴ്മയോ അവനില്ല. അതിനേക്കാളൊക്കെ എത്രയോ ഉപരിയാണ് അള്ളാഹുവിന്റെ സ്ഥാനം. എന്നിട്ട് അള്ളാഹു പറയുന്നു, വറബ്ബുക യഅലമു മാ തുകിന്നു സുദൂറുഹും വമാ യുഅ്ലിനൂൻ, നിങ്ങള് ഹൃദയങ്ങളിൽ അവരുടെ ഹൃദയങ്ങളിൽ ഒളിച്ചു വെക്കുന്നതും വെളിപ്പെടുത്തുന്നതും ഒക്കെ തീർച്ചയായിട്ടും നിന്റെ നാഥൻ അറിയുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. റബ്ബുക യഅലം, നിന്റെ നാഥൻ അറിയുന്നുണ്ട്, നിന്റെ റബ്ബ് അറിയുന്നുണ്ട്. മാ തുകിന്നു സുദൂറുഹും, അവരുടെ ഹൃദയങ്ങള്, അവരുടെ നെഞ്ചകങ്ങള് ഒളിപ്പിച്ചു വെക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. വമാ യുഅ്ലിനൂൻ, അവര് വെളിപ്പെടുത്തി പറയുന്ന, അവര് പരസ്യപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. അതൊക്കെയും അവൻ അറിയാം. അവനെ സംബന്ധിച്ചിടത്തോളം രഹസ്യമായതും പരസ്യമായതും എന്ന വിധത്തിലില്ല. അത് അവർക്കേ ഉള്ളൂ, നിങ്ങൾക്കേ ഉള്ളൂ. നിങ്ങൾക്ക് ഒളിച്ചു വെക്കുന്നതും ഉണ്ടാവും, വെളിപ്പെടുത്തുന്നതും ഉണ്ടാവും. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവന്റെ അറിവിൽപ്പെട്ടതാണ്. ഒന്നും അവനിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നില്ല എന്നതാണ് വസ്തുത. വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനാകുന്നു അള്ളാഹു. വഹുവല്ലാഹു, അവനാകുന്നു അള്ളാഹു, ഈ പ്രപഞ്ചത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ഏകനായ സൃഷ്ടാവും നിയന്ത്രകനും പരിപാലകനും ഒക്കെയായ രക്ഷിതാവും. അത് അള്ളാഹു ആകുന്നു. വഹുവല്ലാഹു, എന്നിട്ട് ലാ ഇലാഹ ഇല്ലാ ഹുവ, നിങ്ങളൊന്നും സങ്കല്പിച്ചുണ്ടാക്കിയതൊന്നും കാര്യമില്ല, അവനല്ലാത്ത ഒരു ഇലാഹും ഇല്ല. നിങ്ങൾ എന്തൊക്കെ സങ്കല്പിച്ച് രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യം? അതൊന്നും നിലനിൽക്കുന്നതല്ല. അതൊന്നും അങ്ങനെ ഒരാളും അവനോടൊപ്പം ഇല്ല. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാത്ത ഒരു ഇലാഹും ഇല്ല. ആരെ എങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ ഭാവനയിൽ നെയ്തെടുത്ത് രൂപകൽപ്പന ചെയ്ത് ആളുകളെ അനുയായികളാക്കി കൂട്ടി ഉണ്ടാക്കിയെടുത്താലും അവരൊന്നും തന്നെ ഒരു ഇലാഹാകാൻ പോകുന്നില്ല. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാത്ത ഒരു ഇലാഹും ഇല്ല. ലഹുൽ ഹംദു ഫിൽ ഊല വൽ ആഖിറ, ആദ്യത്തിലും അവസാനത്തിലും അവനുള്ളതാണ് സകല സ്തോത്രങ്ങളും സ്തുതികീർത്തനങ്ങളും. അൽ ഊല വൽ ആഖിറ എന്ന് പറഞ്ഞാൽ ദുനിയ വൽ ആഖിറ എന്ന് ഖുർആൻ പലയിടത്തും പറയുന്നത് പോലെയുള്ള ഒരു പ്രയോഗമാണ്. അൽ ഊല എന്ന് പറഞ്ഞാൽ ആദ്യത്തേത്, ആഖിറ എന്ന് പറഞ്ഞാൽ പിന്നത്തേത്. അപ്പോ ആദ്യത്തേതും ആദ്യത്തേതും അവസാനത്തേതുമായ ഇരു ലോകങ്ങളുടെയും, ദുനിയാവിലെയും ആഖിറത്തിലെയും സകലവിധ സ്തോത്രങ്ങളും സ്തുതികീർത്തനങ്ങളും എല്ലാ രൂപത്തിലുമുള്ള ഹംദും അവനുള്ളതാണ്. നിങ്ങൾ ആർക്കൊക്കെ അത് പതിച്ചു കൊടുത്തതുകൊണ്ടും കാര്യമില്ല. ആരെങ്കിലും സ്തുതി പാടി നിങ്ങൾ നടന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. ആ സ്തുതിയൊന്നും ഫലപ്രദമാവുകയില്ല, നിലനിൽക്കുകയില്ല. നിങ്ങളുടെ മഅബൂദുകളായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന, നിങ്ങൾ അല്ലാഹു അല്ലാത്ത മറ്റാരെ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചാലും അവരൊക്കെയും ഒരു നാൾ നിസ്സഹായരായിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ എത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ആരെയാണ് സ്തുതിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മുടെ സിനിമയിലും കലയിലും രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് ആരാധ്യന്മാരുണ്ടാവും. ഈ ആരാധ്യന്മാരൊക്കെ അള്ളാഹുവിന്റെ മുന്നില് വിനയാന്വിതരായി കൈകെട്ടി തലകുനിച്ച് നിൽക്കുന്ന ഒരു രംഗം വരാനിരിക്കുന്നു. അങ്ങനെയുള്ളവരാണോ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരുന്നത്? അള്ളാഹുവിടെ പറയുന്നൊരു കാര്യം, തുടക്കത്തില് ഈ ഭൗതിക ലോകത്തും അതുപോലെ പാരത്രിക ലോകത്തും ഒരുപോലെ സ്തോത്രങ്ങൾക്കും സ്തുതികീർത്തനങ്ങൾക്കും അർഹനായിട്ടുള്ളത് അള്ളാഹു മാത്രമാണ്. വേറെ ആരെ നിങ്ങൾ സ്തുതിച്ചതുകൊണ്ടും ആ സ്തുതിയൊന്നും അവിടെ ഏശാൻ പോകുന്നില്ല, അവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം അവര് തന്നെ
ഇനെസ്റ്റിമബിൾ ആയിട്ടുള്ള ദൗർബല്യം പേറിക്കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അതാണ് കാര്യം. അവര് തന്നെ അവരുടെ ദൗർബല്യം, പോരായിക, അതുപോലെ അവരുടെ ന്യൂനതകൾ, ഇതൊക്കെ തന്നെ വളരെ വളരെ കണക്കാക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് അവരുടെ ദൗർബല്യങ്ങൾ. അങ്ങനെയുള്ളവരെയാണോ നിങ്ങൾ നിങ്ങളുടെ ഹംദ് കൊണ്ട് ചൊരിയുന്നത്? അവരുടെ മേലാണ്. അപ്പൊ അള്ളാഹു വ്യക്തമാക്കുന്ന ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ ഹംദു ഫിൽ ഊല വൽ ആഖിറ. ഈ ആദ്യ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും ഒരുപോലെ സ്തുതികീർത്തനങ്ങളും സ്തോത്രങ്ങളും ഒക്കെ അവന് അർഹതപ്പെട്ടതാണ്. വേറെ ആരുടെ മേലും നിങ്ങളെ കൊണ്ടുപോയി ചൊരിഞ്ഞത് കൊണ്ടും അത് ഫലം ചെയ്യാൻ പോകുന്നില്ല. വലഹുൽ ഹുക്മു, അവനാണ് ശാസനാധികാരം, വിധി കൽപ്പിക്കാനുള്ള, തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം, ഹാക്കിമീയത്ത്, അതുപോലെ ഹുക്കുമ് നൽകാനുള്ള അധികാരം പരമമായിട്ട് അവനുള്ളതാണ്. നമ്മുടെ നാട്ടിലും ലോകത്തെ മിക്കവാറും എല്ലാ നാടുകളിലും നിയമ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ, ലിഖിതമോ അലിഖിതമോ ആയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വിധി തീർപ്പുകൾ കൽപ്പിക്കുന്ന ന്യായാധിപന്മാരും ധാരാളം. പല ന്യായാധിപന്മാരും ജീവിക്കുന്നത് തന്നെ പണത്തിന്റെ അല്ലെങ്കിൽ കറൻസി നോട്ടുകളുടെ കൂമ്പാരത്തിന്റെ മുകളിൽ തലയണയും കിടക്കയൊക്കെ ഇട്ടുകൊണ്ടാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പലരും ജീവിക്കുന്നത് അങ്ങനെയുള്ള പണം കൂമ്പാരമാക്കാനുള്ള അവസരം എന്നുള്ള നിലക്കാണ് അത്തരം റോളുകളിൽ നിലകൊള്ളുന്നത്. ഹുക്കുമ നൽകുന്ന, വിധി തീർപ്പ് നൽകുന്ന പല ന്യായാധിപന്മാരുടെയും സ്വഭാവം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീതി, ന്യായം, സത്യമൊക്കെ ഒരു പക്ഷത്താണ്. പക്ഷെ അവര് വിധി കൽപ്പിക്കുന്നത് മറുപക്ഷത്തിന് അനുകൂലമായിട്ടാണ്. എന്നിട്ട് അതിനെ അവര് രാജ്യത്തിന്റെ ഉത്തമ താല്പര്യം എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇവരൊക്കെയാണ് ന്യായാധിപന്മാർ. ഇതൊക്കെ എന്ത് ന്യായാധിപന്മാര് എന്ന് ചോദിച്ചു പോകുന്ന വിധത്തിലാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വലഹുൽ ഹുക്മു, വിധി തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം. ഈ ന്യായാധിപന്മാരൊക്കെ വന്ന് മുട്ടുകുത്തി നിൽക്കേണ്ടി വരും ആ റബ്ബിന്റെ അടുക്കൽ. കാരണം അന്ന് വിധി തീർപ്പിനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമായിരിക്കും. വലഹുൽ ഹുക്മു, അവനാണ് വിധി തീർപ്പ് കൽപ്പിക്കുക. നിരപരാധികളെ തുറുങ്കിലേക്ക് വിടുന്ന ന്യായാധിപന്മാർ അനന്തമായി അവിടെ തടവറയിൽ കഴിയാൻ നിരപരാധികളായ ആളുകളെ, അതല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏറ്റവും ഉത്തമമായ, അവരോടുള്ള ഏറ്റവും ആത്മാർത്ഥമായ താല്പര്യത്തോടുകൂടി അവർക്ക് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ അകാരണമായിട്ട് തടവിലേക്ക് തള്ളിവിടുന്ന ന്യായാധിപന്മാരൊക്കെ നമുക്കറിയാം. കുറ്റം ചെയ്തവര് എത്ര ഭീകരമായ കുറ്റമാണെങ്കിലും അത് ചില താല്പര്യങ്ങളുടെ പേരിൽ കാണാതിരിക്കാൻ അവരുടെ ചർമ്മ സൗഭാഗ്യം അവരെ അനുവദിക്കുന്നു എന്നത് വളരെ വിചിത്രമായ കാഴ്ചയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ന്യായാധിപന്മാരൊക്കെ ചില പക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്, ന്യായത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവരല്ല. ഇതൊക്കെ ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന ന്യായാധിപന്മാരുടെ പ്രത്യേകതയാണെങ്കിൽ, വിധി തീർപ്പ് കൽപ്പിക്കാൻ അധികാരമുള്ള ഒരേ ഒരുവൻ അള്ളാഹുവാണ്. അവൻ അത് നിർവഹിക്കുന്ന ആ സന്ദർഭം എല്ലാവരും ഓർക്കേണ്ടതുണ്ട്. വലഹുൽ ഹുക്മു, അവനാണ് വിധി തീർപ്പിനുള്ള അധികാരം. ഇലൈഹി തുർജഊൻ, നിങ്ങളൊക്കെയും തന്നെ തിരിച്ചയക്കപ്പെടാൻ പോകുന്നത് അവന്റെ അടുക്കലേക്കാണ്. നിങ്ങളൊക്കെയും അവന്റെ വിധി തീർപ്പിന് വിധേയരാണ്. ഒരാളും തന്നെ അവന്റെ മുന്നില് വിധി തീർപ്പിനായിട്ട് തിരിച്ചയക്കപ്പെടാതിരിക്കാൻ പോകുന്നില്ല. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കളഞ്ഞിട്ട് അങ്ങ് മുങ്ങിക്കളയാം, എന്തെങ്കിലുമൊക്കെ അന്യായവും അക്രമവും ഒക്കെ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ തെറ്റായ വിധത്തിൽ അധികാരം ഉപയോഗപ്പെടുത്തി അധികാര ദുർവിനിയോഗം നടത്തിയിട്ടൊക്കെ അങ്ങനെ പല വിധത്തിലും സ്ഥാനവും പദവിയും ഒക്കെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുന്ന് അങ്ങ് കാലം കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്ന് കരുതുന്ന പലരും ഉണ്ടാകും.
പക്ഷെ അള്ളാഹു പറയുന്നത് വഇലൈഹി തുർജഊൻ, നിങ്ങൾ അവന്റെ അടുക്കലേക്ക്. ആരുടെ അടുക്കലേക്കാണ്? വലഹുൽ ഹുക്മു എന്ന് പറയുന്ന അള്ളാഹു ഉണ്ടല്ലോ, അവനാണ് വിധി തീർപ്പിനുള്ള അധികാരമുള്ളത് എന്ന് പ്രഖ്യാപിക്കുന്ന ആ അള്ളാഹു, അവന്റെ അടുക്കലേക്ക് നിങ്ങളൊക്കെയും തിരിച്ചയക്കപ്പെടാൻ പോവുകയാണ്. ഇവിടെ സ്തുതിപാഠകരായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേരുണ്ടാകും. പക്ഷെ സ്തുതി അർഹിക്കുന്ന ഒരേ ഒരുവൻ, സ്തോത്രം അർഹിക്കുന്ന ഒരേ ഒരുവൻ അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് വിധി തീർപ്പ് തേടുന്നവരായി നിങ്ങൾ തിരിച്ചയക്കപ്പെടാൻ പോകുന്നത്. ആ ഓർമ്മ മനുഷ്യനുണ്ടാവേണ്ടതുണ്ട്. മക്കയിലെ ആളുകളെയും അള്ളാഹു ഉണർത്തുന്നത് ഈ ഒരു കാര്യമാണ്. വിധി തീർപ്പിന് അധികാരമുള്ള കാര്യങ്ങളിൽ അന്തിമമായി തീരുമാനമെടുക്കാൻ അധികാരമുള്ള, കാര്യങ്ങളുടെ മേൽ നിയന്ത്രണമുള്ള ആളായിട്ട് അള്ളാഹു മാത്രമാണുള്ളത്. ആവലാദികൾ കേൾക്കാൻ നിങ്ങൾക്ക് വേറെ ഒരുപാട് വിഗ്രഹങ്ങളും ആൾദൈവങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ആലിഹത്തുകളും ഒക്കെ ഉണ്ട് എന്നായിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടാവുക. ആരാണ് നിങ്ങൾക്ക് അതിന് അധികാരം തന്നിട്ടുള്ളത്? അവരാണ് നിങ്ങളുടെ ആവലാദികൾ കേൾക്കേണ്ടവർ എന്നത് നിങ്ങൾ തീരുമാനിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? ആ തെരഞ്ഞെടുപ്പ് അള്ളാഹുവിന് മാത്രം അധികാരമുള്ളതായിരുന്നില്ലേ? ഓരോ പ്രവാചകനും ദൗത്യം നിർവഹിക്കുമ്പോൾ എങ്ങനെ അത് നിർവഹിക്കേണ്ടിയിരിക്കുന്നു എന്നത് തീരുമാനിക്കാനുള്ള എഖ്തിയാർ ഉള്ളത്, ഖീറത്തുള്ളത് അള്ളാഹുവിനാണ്. എന്നിട്ട് നിങ്ങൾ അതിൽ ഇടപെട്ടുകൊണ്ട് പലതും ചോദിക്കുന്നു. ആര് എന്തിന്റെ പേരിൽ ആരാധിക്കപ്പെടുന്നു എന്നത് പോലും ആലോചിക്കാതെ നിങ്ങൾ അനർഹർക്ക് നിങ്ങളുടെ വിധേയത്വവും സ്തോത്രവും ആരാധനയും ഒക്കെ നൽകുകയാണ്. ജിന്നുകൾ എങ്ങനെ, മനുഷ്യരെങ്ങനെ, പ്രവാചകന്മാരെങ്ങനെ, അള്ളാഹുവിന്റെ ഔലിയാകൾ എങ്ങനെ, അവന്റെ സൃഷ്ടികൾ എങ്ങനെ, ഇതൊന്നും തീരുമാനിക്കേണ്ടത് നിങ്ങളാരുമല്ല. അതൊക്കെയും അള്ളാഹുവിന്റെ ഖീറത്തിൽ പെട്ടതാണ്. എന്നിട്ടാണോ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്? കാര്യങ്ങളുടെ ബാഹ്യമായ സാധ്യതകളും ആന്തരികമായ സാധ്യതകളും ഒക്കെ അള്ളാഹുവിന് ഒരുപോലെ അറിയാം. നിങ്ങളിപ്പോ ഈ നിലപാടുകൾ എടുക്കുന്നത് അതിന്റെ താല്പര്യം എന്താണ് എന്നത് അള്ളാഹുവിന് അറിയാം. അതില് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ചില താല്പര്യങ്ങളുണ്ട്. ഒളിഞ്ഞു കിടക്കുന്ന, നിങ്ങൾ മറച്ചു പിടിക്കുന്ന ചില താല്പര്യങ്ങളും ഉണ്ട്. ഇതൊക്കെയും അള്ളാഹുവിന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് എന്നതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന കാര്യം. അപ്പോ സത്യത്തിനെ അവഗണിക്കാൻ അള്ളാഹു നിങ്ങളുടെ മുന്നിൽ അവന്റെ ദൂതൻ മുഖേന അവതരിപ്പിച്ചിരിക്കുന്ന ഈ സത്യത്തെ അവഗണിക്കാനും അതിനെ നിഷേധിക്കാനും ഒക്കെ നിങ്ങൾക്ക് എന്ത് കാരണമാണുള്ളത് എന്നത് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. നിങ്ങളത് വെളിപ്പെടുത്തിക്കൊള്ളണം എന്നില്ല. പക്ഷെ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും അതുപോലെ നിങ്ങൾ വെളിപ്പെടുത്തുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ടുകൂടിയാണ് അവന് സ്തുതികീർത്തനങ്ങൾ അർഹിക്കുന്നവനാകുന്നതും ഇരു ലോകങ്ങളിലും ഹംദിന് അർഹതയുള്ളവനായതും വിധി തീർപ്പിന് അധികാരമുള്ളവനായതും ഒക്കെ അതുകൊണ്ടാണ്. അവന്റെ അടുക്കലേക്കാണ് നിങ്ങൾ തിരികെ അയക്കപ്പെടാൻ പോകുന്നത് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ സൂറത്തുൽ ഖസസിലെ 68 മുതൽ 70 വരെയുള്ള ആയത്തുകളാണ് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.